ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കാട് വിളിച്ചിട്ട് നീ മാങ്ങ പൊട്ടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്. കാടയും മാട്ടയും കൂടി മാങ്ങ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ചാടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ചോദിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി ഇന്ന് കാണുക. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ തന്നെ മാങ്ങ പൊട്ടിക്കാനായിട്ട് പോകാം. അമ്മ മോളിൽ കയറിയെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ എണീറ്റിട്ടുണ്ടായുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് മാങ്ങോട്ടിങ്ങോട്ട് കേട്ടോ. ഇനി പോയി കഴിച്ച് എത്തിയപ്പോഴേക്കും കണ്ട ഒരപ്പം തുടങ്ങി. ആ അതല്ലാണ്ട് ഒരു ഹായ് പറ. ആന പൊട്ടിച്ച് തീർത്തു ഗൈസ്. തീർന്നു. അതെ, മോളിൽ കയറിയാ ഇഷ്ടം പോലെ എല്ലായിടത്തും മാങ്ങ പൊട്ടിക്കാനുള്ളത്. അവിടെ പാപ്പന പൊട്ടിക്കാനുണ്ട്. പ്രശ്നമാണ്, മെന്നിഗോയ പ്രശ്നമാണ്. നല്ല പഴുത്ത മാങ്ങ. സാധനം തീർന്നു. എനിക്ക് വേണ്ട കുറച്ച് മാങ്ങ എടുത്തിടണേന്. പഴുത്തണ്ടായല്ല. എന്താണ് ഇതുണ്ടാവും? പുഴു കയറും. ഇത് വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം. ഇത് വൈകിപ്പോയി. നിങ്ങൾക്ക് പൊട്ടിക്കണത് കാണിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അപ്പനിവിടെ പൊട്ടിക്കണ എന്റെ മെന്നികോലാണ് അവന്മാര് തുടങ്ങിയത്. പൊട്ടിക്കട്ടോ. അപ്പനെ കൊണ്ടിട്ട് പൊട്ടിക്കണുണ്ട്. റിയോരിയാണെന്നറിയില്ല. പഴുപ്പിക്കാൻ വെച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞത്. പഴുത്തതാണെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും. ആ പഴുത്ത് കഴിഞ്ഞാലേ അവിടെ കിടന്ന് പഴുത്തതും കുറച്ച് പച്ചയുമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആ കഴിച്ചോ. ആദ്യമായിട്ടാണ് സർട്ടിഫിക്കറ്റിൻ്റെ വിഷയം. എന്താവും അറിയില്ല, നോക്കാം. ഇവന് കിട്ടൂല ഗൈസ്, ഇവന് കിട്ടൂല. കിട്ടും. ആദ്യം വന്ന ഞാനാണ്, കണ്ടില്ലേ? കുരി വന്ന് കയറി നശിപ്പിച്ച്. അതെങ്ങനെ സംഭവങ്ങൾ കറക്റ്റാണോ? ഉറക്കത്തിൽ കിടന്നപ്പോ പോനെ ഞാൻ കൊണ്ടുവന്നു. രാവിലെ ഞങ്ങൾ മാങ്ങ പൊട്ടിക്കാൻ പോയിരുന്നു. മെന്നിഗോ വാട്ടക്ക്. അതായത് ജോണി പാപ്പനോട് പൊട്ടിക്കാൻ പറഞ്ഞപ്പോ ജോണി പാപ്പ പൊട്ടിച്ചില്ല. കാടയും കൂടി കയറി പൊട്ടിച്ച്. അക്ഷയ അതെ കഴിഞ്ഞു കഴിച്ചു. സാധനം അവൻ്റെ തീർന്നിട്ടുണ്ട്. തീർന്നു അവൻ്റെ പരിപാടി. പിന്നടിക്കണല്ലേ. അങ്ങനെ ആ പരിപാടി തീർന്നേക്കാണ്. കുറെ നാളുകൾക്ക് ശേഷമുള്ള സർട്ടിഫിക്കറ്റിന്റെ പരിപാടി തീർന്നു. എടാ രാവിലെ അവനെ വിളിച്ചെണീപ്പിച്ചോണ്ടാ നിനക്ക് കിട്ടിയില്ലടാ. അങ്ങനെയാണ്. എനിക്കാരും ഉണ്ടായില്ല ഇങ്ങനെ ബുദ്ധി പറഞ്ഞേരെ ആരോടത്. അപ്പം നിങ്ങളും അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്യാം. ഇല്ലെങ്കിൽ പൈസ കുറേ പോകട്ടോ, സമയം പോകും. ഇല്ലെങ്കിൽ വീട്ടിലോട്ടോട്ടെ. കളിക്കാൻ വേണ്ട കാരം ബോർഡ് കളിക്കണോടത്ത്. ഓക്കെ, അപ്പോൾ നേരെ പോട്ടെ, വീട്ടിലോട്ട് പോട്ടെ കേട്ടോ.
അതെ ഇവിടെ വന്നപ്പോ പീട്ടിത് ഞാവൽപ്പഴം തിന്നണോന്ന് പറഞ്ഞോണ്ട് ഞാവലിന്റെ മുകളിൽ കയറാൻ എന്തിട്ട് എന്താണ് പഴമൊക്കെ ആയിട്ട് പ്രോട്ടീനാണല്ലോ നല്ല പരിപാടി പൊട്ടിക്ക് ആണാ ഒന്നും നോക്കണ്ട നേരെ കയറിക്കോ ഞാവല് തിന്നണോ നോക്കിക്കഴിഞ്ഞാ ഞാവല് തിന്നണ്ടേ ദൈവമേ ഇതിൻ്റെ അടുത്ത് ആശുപത്രി കൊണ്ടുകൊണ്ടിരുന്നോണ്ടട്ടാ ഞാവൽപ്പഴം നോക്കാം ഇഷ്ടം പോലെ ഇടക്കണ ഇവിടെ കിടപ്പുണ്ടല്ലോ ദേടു പോടാ ദേ മൂത്തട്ടില്ലെന്നാ ഇതാ രണ്ട് മൂത്തിട്ടില്ല അതെ അതാണ് മൂത്തേക്കണത് കറുപ്പാണ്ടാ ആ കറുപ്പാണ് മൂത്തേക്കണത് അതേ ഉള്ളത് ഇതൊക്കെ ഭയങ്കര ചമർപ്പായിരിക്കുള്ളൂ വായിക്കും നീ കളറണ്ട മൂത്ത് നീ വെച്ച് പോ ക്ഷമിക്കടാ ഹായ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിൽ കൊടുക്കാൻ അങ്ങനെ തോന്നാ രാവിലെ മറ്റേ ചാവച്ചട്ടേ ചവർപ്പായി പോയി എടോ കിട്ടോ എത്ര എണ്ണം കിട്ടി എന്താണ് നോക്കിയല്ലേ പെട്ടെന്ന് ഞാവലിനെ ഞാൻ എപ്പം തിന്നണം എടേ കാട്ടിയേ ആഹാ കഴവ പൊട്ടിച്ച മോനെ പറയട്ടെ പറ നീ പറ നീ പറയണ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഞാൻ വരുന്നി കൊണ്ടാറ് വീണുണ്ട് വീട്ടിലോട്ടാണ് ഇത് പൂശും പണി വാളോന്നുകൊണ്ട് എടോ എന്തായാലും ഉപകാരമില്ല അതുകൊണ്ട് കറയണത് പോവൂല എനിക്കതിനുള്ള ബോധം നോക്കണ്ടട്ടാ മറ്റവള് പറയാനില്ലേ ഏതി ആര് ഏത് പ്രണയകഥയില് മറ്റേ സിനിമയിലെ ദുൽഖറിന്റെ പെരിയ മണ്ടം പ്രണയകഥയിലാണോ ആ അവള് ചാവുമ്പോ കാറിന്റെ മുകളിൽ ചാവുമ്പോ വരൂലടാ വിമൽ നിഖില വിമൽ നിഖിലല്ലടാ മറ്റവള് എടാ അവൾ മറ്റേ ദുൽഖറിന്റെ പുറകെ കിടക്കൂലേ സംയുക്ത ആ അവളുടെ കാറ് കൊണ്ടുവരൂലേ ഞാൻ അവന്റെ കറയാണ് പോണെന്നാണ് അപ്പൊ അവളുടെ ഡ്രസ്സിൽ എന്തോ കറയാ കാറില്ല അത് കറയാണ് പോവില്ലാന്ന് പറയും അങ്ങനെയാണ് അവന് ബുദ്ധി വെക്കണം അവള് മരിച്ചത് കണ്ടുപിടിക്കണത് ആ അതല്ലേ പറഞ്ഞ എനിക്കറിയാട്ടോ അവനെ എടുത്തവൻ ചാടണം എന്താണ്ടത് മൊത്തം പൊട്ടിച്ചുണ്ടോ വേണം വൈകിടാൻ പോകണം ടാറ്റ പറ ഇവിടെ ഇഷ്ടം പോലെ ഞാവലുണ്ടായിട്ടുണ്ട് രാവിലെ മാങ്ങ പൊട്ടിക്കാൻ നടക്കായിരുന്നു ആടറ വീട്ടിൽ നിന്ന് മാങ്ങ പൊട്ടിച്ച് അത് രാവിലെ അത് കിട്ടി ഇപ്പൊ ഞാവല് എന്തുട്ടാ സെറ്റപ്പ് ഇത് പൊട്ടിക്കാനാണോ കുലുക്കടോ കുലുക്ക് അതെ പൊട്ടിക്ക് തൂങ്ങിക്കിടക്കണ് ഏതെങ്കിലും ഒരു കൊല പൊട്ടിച്ച് കൊടുക്കണം അതിന് കൊറേ നേരായി പാവം കഷ്ടപ്പെടണത് എന്തിനാണ് അതിന്റെ മുകളിലാണ് കയറണത് നാച്ച് പുളിയുറുമ്പാടാ പുളിയുറുമ്പ് അടിച്ചറിയാലോ മോനെ പണിയാ പാളോട്ടാ പിന്നെ വെള്ളത്തിൽ ചാർന്നു വരും അവിടെ താനൊരു കുലുക്ക് കുലുക്കി നോക്കി ഓ ഇതൊക്കെയാണ് ഞങ്ങളുടെ സെറ്റപ്പ് നോക്കി ഞാവല് ഒട്ടിക്കുക മാങ്ങ ഒട്ടിക്കുക ഇതൊക്കെ തിന്നുക വെക്കുമ്പോ കറയാ പോവില്ലട്ടാ വൈൻ കിട്ടിയ കലക്കനാണ് ഒടുക്കത്തെ ടേസ്റ്റാണ് ഞാൻ പ്രാവശ്യം കിട്ടിയിട്ട് കുട്ടപ്പൻ്റെ ജിയോപ്പൻ്റെ അവിടെ ഉണ്ട് ജിയോപ്പൻ പ്രാവശ്യം കൊണ്ടു വന്നിട്ട് ഉണ്ടാ റവ ഇറക്കിയാണ് ആരുടെയോ പോസ്റ്ററിൽ എടുത്തിരുന്നിട്ട്
അങ്ങനെ ആ പോസ്റ്റർ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ. അതെ, കണ്ണി പെട്ടിക്കാൻ ഞാൻ അപ്പം പറിക്കണമല്ല, അതങ്ങനെയാണല്ല. മാങ്ങയോ തേങ്ങയോ ചക്കയോ കണ്ട അപ്പം തട്ടിക്കോളണം. അവിടെ എന്തോരായി? ആഹാ എന്റെ പൊന്നോ, കുറച്ച് പച്ചലേക്ക് വെട്ടിയിട്ട് മനോഹരമാക്കത്. അല്ല പാമ്പണലേക്ക് ഉണ്ടാവട്ടെ. ചുടുവെയിലത്താണല്ലോ ഒത്തി എന്താന്ന് സംഭവിക്കണെന്ന് അറിയാലോ. എന്തോരം പേരാണ് ഇപ്പൊ പാമ്പടിയായിട്ട് ഇരിക്കണേ. എല്ലാ ദിവസവും ക്രോമൻ്റല്ല സ്റ്റോറി കാണാം. 41ാമത്തെ പേർ കേരളത്തിൽ പാമ്പടിയേറ്റു. അങ്ങനെയാണ് പറയണത്. എടാ ആ പിള്ളേർക്ക് കൊടുത്തറ 2 അതെടുത്തന്നെ ഇതിനെണ്ണം ഇപ്പൊ തരാട്ടാ. പിള്ളേർക്ക് വേണോന്ന്, പിള്ളേർക്ക് കൊടുക്കട്ടെ. എന്നാടാ ഒരു കോല തന്നെ നീ എടുത്തു. ഇനിയാണോ? എന്നാ ഇത് കൊണ്ടേക്കോ. അങ്ങനെ പറയല്ലേ, ഏതായാലും പൊട്ടിക്കണല്ലേ. നേത്താ കണ്ടോണ്ടോട്ടാ. സന്തോഷായില്ലേ? അടാ അങ്ങനെയൊക്കെ ഒരു നന്മ പ്രവൃത്തി. ഇന്നത്തെ നന്മ കഴിഞ്ഞു. ഇനി നാളെ അടുത്ത നന്മ. അയ്യോ മേത്ത് മൊത്തമായി. ചാരുന്ന എന്റെ മേത്ത് മൊത്തമായി. അത് വളരെ സത്യമാണ്. പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ പൊട്ടിച്ച് ജീവിക്കേണ്ടവരില്ലായിരുന്നു രാവിലെ തന്നെ. മതിയെങ്കിൽ മതി. കണ്ട ഇത്രയും സാധനമാണ് നമുക്ക് കിട്ടിയേക്കണ. ഇപ്പൊ ഇത് മതിയാ? ബാക്കി നാളെ പൊട്ടിക്കാം. ഇത് ഇവിടെ ഉണ്ടല്ല, നമ്മുടെ ടെറിട്ടറി തന്നെയാണല്ലോ. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കൊല്ല കുത്തി കാണാണ്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഞാവൽപ്പഴം വേണമെങ്കിൽ ബന്ധപ്പെടുക. ഞങ്ങൾ പൊട്ടിച്ചേരാണെങ്കിൽ പേയ്മെന്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് പൊട്ടിക്കുക. കാരണം ഇതിനെ പണിയെടുക്കണോ, ചാടയൊക്കെ വേണം. എന്തായാലും എൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ എൻ്റെ വഴിയാണ് ഈ പരിപാടി ഉണ്ട്. ഞാൻ എന്തായാലും ഇനി വീട്ടിലോട്ട് പോട്ടെ. കടയിലേക്ക് തന്നെ ഉണ്ടാ? കടയിലേക്ക് തന്നെ ഉണ്ടാ? കളിക്ക. ഞാൻ പോട്ടെ എന്നാ. ടാറ്റ ബൈ ബൈ. ആഹാ ഹായിട്ടായിട്ടേ നാളെ കണ്ടിട്ട് ഓണപ്പനം കളിച്ചു തുടങ്ങിയേക്കാണ്. ഞാൻ നോക്കിയപ്പേ ഓട്സനും തീറ്റയും കുടിക്കും. രാമൽപ്പഴം പൊട്ടിക്കണം. ആ പാലത്തിൻ്റെ ഇറക്കിലുണ്ട്. ലൈറ്റ് എവിടെയാണത്? കാണില്ല ഇതിനൊന്നും. ഞാൻ അക്ഷയ പോയാണ്. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ 1:1 ആണ്. തട്ടോ ടൈപ്പ് ടൈറ്റ് കളിക്കാത്തതാണ്. വീട്ടിൽ പോയിക്കണം. മുട്ട വേണ്ട പോണേണാ? എവിടെ പോണ്? വന്നത് എന്തിനാ വന്നത്? ഞങ്ങൾ പോവാൻ വേണ്ടി വന്നതാ സാറേ. ഞങ്ങളെ എടി വന്നേരം കളിക്കെതിരായിട്ട് തിരിഞ്ഞട്ടാ ക്രിസ്റ്റോ. ഇവനെ എടുത്തെടുത്ത് കോയും വെച്ച് മൈനസ് വേണ്ടേ അകത്തിരിക്കണ കോയും തന്നെ വെച്ച്. ഞങ്ങൾ ചോദിച്ചിട്ടും അല്ലെന്ന് പറഞ്ഞു. ഫിക്സിന് നിരക്കിയില്ല. ബാൻ ചെയ്യണ്ടേ വിക്ടർ? അപ്പൊ ആ ഒരു വാണിങ് കൊടുക്കാൻ പറഞ്ഞ വിക്ടർ. അതെ വർത്താനമില്ല. വാങ്ങിച്ചുണ്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കും. അതാണ് കുട്ടാപ്പിയുടെ സ്നേഹം. പിന്നെ ടൈറ്റിന്റെ സ്നേഹമൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ടൈറ്റ് സ്നേഹം അതാണ് അവന്റെ സ്നേഹം. അവിടെ പഠിക്കും എന്റെ അടി. അപ്പൊ ഒന്നേ ടച്ചു എത്തിക്സിനെതിരായിട്ട് കളിക്കാ നീ. എന്ത് തൂക്കാന്ന് ആരെ തൂക്കാന്ന് നീ വൈറ്റാടങ്ങടേ ഫസ്റ്റ് തന്നെ വീണു വരണം. നീ അടിച്ചേ
ചക്കൊന്നല്ല നിങ്ങക്കിടുമ്പോ നല്ലത് ഞങ്ങക്കിടുമ്പോ ചക്ക നോക്കാം നമുക്ക് അതുപോലെ അതൊക്കെ ഒന്നും പ്രശ്നമേ അല്ല എനിക്ക് ടിപ്സാ വെയിറ്റ് തണുത്തണ്ടായില്ല ഓണപ്പാ ഒന്നും ചെയ്യണ്ടല്ല കളിക്കടാ ഞാൻ ഒന്നും ചെയ്യണ്ട അവന്റെ കളി എന്നാ വേണ്ട നിനക്ക് നേരെ കിട്ടാ എന്നാ അങ്ങനെ ആവട്ടെ ഇത് പറ നീ കുറച്ച് ദിവസമായിട്ട് നിന്നെ കാണാത്തോണ്ട് ആരാധന അന്വേഷിക്കുന്നത് ചെറിയ പനിയും കോൾഡൊക്കെ ജലദോഷമൊക്കെ വേണ്ടാണോ അല്ല മരിച്ചു കൊണ്ടതായിരുന്നു തലയെടുത്തിട്ട് പനി വന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞ ഒരുത്ത് പനി വന്നിട്ടല്ല തല കളി കാണാൻ പോണ്ടേ അറബിയൻ തല സ്വന്തം വിലയിട്ട് വിട്ടുന്നു കിട്ടോട്ടാ കൊട്ട കിട്ടോട്ടാ 2 സുടുക്കളുണ്ടാവുന്ന പറയണെന്ന് ഉറപ്പല്ല ഷുവർ ഷോട്ടാണ് പിന്നെ അപ്പന്തേ പെട്ടിക്കുന്നുണ്ട് നേരത്തെ വന്നം നേരത്തെ ഇട്ടോളൂ ഗ്രൗണ്ടിലെത്തിയേ ആയിരിക്കും ഉറപ്പല്ലേ പെട്ടെന്നാളെത്തിയേടാ മ്യൂസിക്കാ ഇതൊക്കെ ചെറുത മിന്നായ വന്നു മിന്നി പോലെ അരസ് നോക്കുവല എന്റെ ഒന്നാണ് അരോസ് എന്താ പറഞ്ഞൂടാ ബേബോ കളിക്കണത് ഒരു ചെറുത് കളിക്കണ്ട ഈ ചെക്കൻ രക്ഷയില്ലാത്ത കളി ഈ ഒരു നിപ്പണ്ടല്ല മനസ്സ് ചത്ത നിക്കണ നിപ്പാണത് ഫസ്റ്റ് ഹാഫിലെ മനസ്സാ പിളച്ചു തകർത്ത് ആരോസിന്റെ കൽബ് തകർത്ത് ഫസ്റ്റ് ഹാഫ് ശാപം മാർഗമില്ല കളി ഒരു മാർഗമില്ലാത്തവർക്ക് കളിക്കാൻ പറ്റിയ കളി മാർഗം അല്ല പണിയാ അറിഞ്ഞൂടെങ്കിലും കിടന്ന് ചലച്ചോണ്ടിരിക്കും അങ്ങനെ അതിശക്തമായ കളി കഴിഞ്ഞ് അതെ എല്ലാ ടീമും ഞങ്ങൾ വിചാരിക്കുന്ന ടീം തന്നെയാണ് ജയിച്ചോണ്ടിരിക്കുന്നത് ബേബോ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ ബേബോ നിന്നെ മറ്റേതാക്കോട്ടാ സെൻസറിയോട്ടാ ചെയ്യല്ലേട്ടാ നീ ചെയ്യല്ലേ പൊന്നുവനെ ചെയ്യല്ലേ ഇങ്ങനെയാണ് നമ്മുടെ കളി നാളില്ല ഞായറാഴ്ച ലൈവ് ഇടാം ലൈവ് അതെ കളി രക്ഷയില്ലായിരുന്നു 6-3 ഇവര് പിടിച്ചേക്കണേ അതെ കഴിഞ്ഞ 6 മേടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടിച്ചോട്ടിക്കാം. ഒറ്റടി ബൈ.